തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് നവംബർ ആദ്യം നടക്കും. നവംബർ 15-നകം വോട്ടെണ്ണൽ പൂർത്തിയാക്കുമെന്ന് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം. ഒക്ടോബർ 5-നകം സമയക്രമം പ്രഖ്യാപിക്കും. വിജ്ഞാപനം 10-ന്. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ തോട്ടണ്ടി ഇറക്കുമതിയിലെ ക്രമക്കേട് CBI അന്വേഷിക്കും. ക്രമക്കേട് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് ഹൈക്കോടതി. ഉത്തരവ് 600 കോടി രൂപയുടെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ ഹർജി. പാലായിലെ കോൺവെന്റിൽ സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയത് കാസർഗോഡ് സ്വദേശി സതീഷ് ബാബുവെന്ന് പോലീസ്. കൊലപാതകം മോഷണ ശ്രമത്തിനിടെ അല്ലെന്നും പോലീസ്. പ്രതി ഒളിവിലാണെന്നും ADGP. വല്ലാർപാടം കണ്ടെയ്നർ പദ്ധതി ആസൂത്രണത്തിൽ തന്നെ പിഴച്ചുവെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. പദ്ധതി അടിസ്ഥാനപരമായി തെറ്റാണ്. കണ്ടെയ്നർ ലാഭകരമാണെങ്കിൽ അനുബന്ധമായി LNG ടെർമിനലും വരണം. ടെർമിനലിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പരാജയമാണെന്നും വിമർശനം. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് എന്ന പോലെ വല്ലാർപാടം ടെർമിനലിനെയും കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്നാണ് തുടക്കകാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. ടെർമിനൽ വിസ്തീർണം 40 ഹെക്ടറാണ്. വർഷത്തിൽ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാവുമെന്നായിരുന്നു പ്രതീക്ഷ. 3500 കോടി രൂപ നിർമ്മാണ ചെലവുള്ള തുറമുഖം ഇത്തരത്തിലെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാകുമെന്ന് നമ്മൾ മലയാളികൾ കരുതിയിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാന തുറമുഖമാകുമെന്ന പ്രതീക്ഷ പക്ഷേ ഇപ്പോഴും ഇല്ലാതായിട്ടില്ല. എങ്കിൽ പോലും വല്ലാർപാടം വിജയമല്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ യാഥാർത്ഥ്യം വല്ലാർപാടത്തെ സംബന്ധിച്ച് ഇതാണ്. കൈകാര്യം ചെയ്യുന്നത് ആകെ ശേഷിയുടെ 40% മാത്രമാണ്. ആകെ ശേഷിയുടെ 40% കണ്ടെയ്നറുകൾ മാത്രമാണ് അവിടെ 2014 കൈകാര്യം ചെയ്തത്. 2014 3.5 ലക്ഷം കണ്ടെയ്നറുകൾ മാത്രമാണ് കൈകാര്യം ചെയ്യാനായത്. 2011 3.12 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യും എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. 3 വർഷം കൊണ്ട് ചെറിയ വർധന മാത്രമാണ് ഉണ്ടായത്. നഷ്ടമില്ലാതാവാൻ വർഷത്തിൽ 5.5 ലക്ഷം കണ്ടെയ്നറുകളെങ്കിലും എത്തിയാൽ മാത്രമേ വല്ലാർപാടം നഷ്ടത്തിലല്ലാതെ ആവുകയുള്ളൂ. 2014 നഷ്ടം 107.81 കോടി രൂപയാണ്. 2015 100 കോടിയിലധികം രൂപയുടെ നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. LNG ടെർമിനൽ സംബന്ധിച്ചാണെങ്കിൽ കൊച്ചി പുതുവൈപ്പിനിൽ സ്ഥാപിതമായിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതാണ് നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഉപയോഗിക്കുന്നത് ശേഷിയുടെ 2% മാത്രമാണിപ്പോൾ. നടപ്പാക്കുന്നത് ONGC, BPCL, ഗെയിൽ, IOC എന്നിവ ചേർന്നാണ്. ഇതുവരെ 7500 കോടി രൂപ മുടക്കിയിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ. ഇക്കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. നമ്മുടെ വൻകിട പദ്ധതികളുടെ ആസൂത്രണത്തിൽ തന്നെ പിഴവുണ്ടാകുന്നുണ്ടോ? ഇക്കാര്യം സംബന്ധിച്ച് നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന ഏത് വിധത്തിലാണ് കേരളം വിലയിരുത്തേണ്ടത് എന്നതാണ് നമ്മുടെ വിഷയം. CPM നേതാവ് മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആലപ്പുഴ സ്റ്റുഡിയോയിലുണ്ട്. കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ PS കർത്ത കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനും വിഴിഞ്ഞം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ AJ വിജയൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. ജന്മഭൂമിയുടെ മുൻ എഡിറ്റർ ശ്രീ KVS ഹരിദാസും കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ആദ്യം ശ്രീ ഡോക്ടർ തോമസ് ഐസക്കിലേക്ക്. ഡോക്ടർ തോമസ് ഐസക്, നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവനയെ എങ്ങനെയാണ് കാണേണ്ടത്? അത് ശരിയായതാണോ? ആസൂത്രണത്തിൽ തന്നെ പിഴച്ച ഒരു അബദ്ധമായിരുന്നോ നമ്മൾ സ്വപ്ന പദ്ധതി എന്നൊക്കെ വിശേഷിപ്പിച്ച വല്ലാർപാടം പദ്ധതി? നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന ഞാൻ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്തപ്പോൾ ഒരു വസ്തുതയുണ്ട്. വല്ലാർപാടം ഇപ്പോൾ പരാജയത്തിലാണ്. പക്ഷേ ഇതിന് LNG ആയിട്ട് എന്താ ബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഇത് രണ്ട് പ്രൊജക്റ്റുകളാണ്. അവിടെ കൊണ്ടുവരുന്ന പ്രകൃതിവാതകമായിട്ടോ അല്ലെങ്കിൽ LNG ആയിട്ട് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് സെൻറ്ററിന് വല്ലാർപാടം ഷിപ്മെൻറ്റ് സെൻറ്ററിന് ഒരു ബന്ധവുമില്ല. ആകെ നമ്മുടെ LNG ടെർമിനൽ അതിൻ്റെ കപ്പാസിറ്റി ഇന്ന് 10% താഴെയാണ് ഉപയോഗിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി പോർട്ട് കിട്ടുന്ന റെൻ്റൽ കൂടും. ഇതല്ലാതെ അതിന് വല്ലാർപാടം പദ്ധതി അതിൻ്റെ മേന്മ വർദ്ധിപ്പിക്കുകയോ അല്ല കൂടുതൽ ലാഭകരമാക്കുന്നതിനോ ഒന്നും ഒരു പങ്ക് വഹിക്കാനുള്ള പങ്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും വിശദീകരിച്ചാണ് എന്താ ബന്ധമെന്നുള്ളത്. അപ്പോൾ ഇത്ര അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് ഒരു കേന്ദ്രമന്ത്രി പ്രസ്താവിക്കുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഇനി വല്ലാർപാടം പദ്ധതി എന്തുകൊണ്ടാണ് നഷ്ടത്തിലായിരിക്കുന്നത്? കാരണം
അതിൻ്റെ കപ്പാസിറ്റി 40% താഴെയാണ് അത് വിനിയോഗം നടക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാതെ മാത്രം ലക്ഷ്യം വെച്ച് കൊച്ചിൻ പോർട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല. നമ്മുടെ ഹിൻഡർലാൻഡിൽ പെടും കോയമ്പത്തൂർ. എന്നാൽ കോയമ്പത്തൂർ പോകുന്ന തൂത്തുക്കുടിയിലേക്കാണ്. എന്തുകൊണ്ട് കൂടുതൽ അടുത്തുള്ള കൊച്ചിയിലേക്ക് വരുന്നില്ല എന്ന് പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ റോഡുകളുടെ സ്ഥിതിയും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത്. ഇതിൻ്റെ പിൻബന്ധങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തുന്നതിന് ഇത്രയും വലിയൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് സെൻറ്റർ വന്ന അതനുസരിച്ച് അവ നന്നാക്കുന്നതിന് നമ്മൾ ശ്രമിച്ചിട്ടില്ല. റോഡൊക്കെ പോട്ടെ എന്ന്, ആ വാളയാർ വഴിക്ക് ഏതെങ്കിലും ഒരു ലോറി വരൂ. അതാണ് വാളയാർ വഴിക്ക് ഒരു ദിവസം 2 ദിവസം കിടന്ന് ഇവിടെ വരുന്ന നേരം കൊണ്ട് അവർ നേരെ തൂത്തുക്കുടിക്കോ മംഗലാപുരത്തേക്ക് പോകുന്നതല്ലേ ഏറ്റവും എളുപ്പം. അതുകൊണ്ട് ഈ ബോട്ടിൽ നെക്സ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം അതാണ് ആസൂത്രണത്തിലുള്ള പിഴവെന്ന് ഒരുപക്ഷെ ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു ഡ്രഡ്ജിങ്ങിന് 20 കോടി രൂപയെ ചിലവ് വരുമെന്ന് പ്രതീക്ഷിച്ചുള്ളൂ. എന്നാൽ അത് ഇപ്പം 137-140 കോടി രൂപയാണ് ഡ്രഡ്ജിങ്ങിന് വരുന്നത്. അതുകൂടി നോക്കുമ്പോഴത്തേനും ഇത് പൂർണ്ണ കപ്പാസിറ്റി വിനിയോഗിച്ചാൽ ഒരു ബ്രേക്ക് ഇവനിൽ കൊണ്ടുപോകാമെന്നല്ലാതെ വലിയ ലാഭം ആയിട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഏതായാലും ഇതിൻ്റെ ഭാരം മുഴുവൻ ഡ്രഡ്ജിങ്ങിൻ്റെത് ദുബായ് പോർട്ടിന് മേലല്ല, അത് കൊച്ചിൻ പോർട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. 20 കോടിയല്ലേ ഉള്ളൂ നമുക്ക് വഹിക്കാവുന്നുള്ള ധാരണ ചെയ്തതാണ്. ഇപ്പോൾ കൊച്ചിൻ പോർട്ട് അധോഗതിയിലിട്ട് പോകുന്നത് ഈ ഡ്രഡ്ജിങ്ങിൻ്റെ ഭാരം വഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് സെൻറ്ററിന് എടുത്ത തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറയില്ല. മറിച്ച് ഇതിന് ആവശ്യമായ അനുബന്ധ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഡോക്ടർ തോമസ് ഐസക്, ഒരു കാര്യം കൂടെ, LNG ടെർമിനലും വല്ലാർപാടവും സംബന്ധിച്ച് എന്ത് തരത്തിലുള്ള സാമ്യതകളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നിച്ച് ചേർത്ത് പറയേണ്ടത് എന്തുകൊണ്ടാണ്, എന്ത് സാഹചര്യമാണുള്ളത് എന്ന സംശയം സ്വാഭാവികമായും അവിടെ ഉണ്ട്. താങ്കൾ ഉന്നയിച്ചത് വസ്തുതയായി തന്നെ ഉണ്ട്. പക്ഷേ അപ്പോൾ പോലും ഈ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് ഇന്നലത്തെ ഈ ശ്രീധരൻ്റെ പ്രസ്താവനയുമായി കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കിയാൽ ഡ്രഡ്ജിങ്ങിന് നമ്മൾ ഉദ്ദേശിച്ച തുകയേക്കാൾ കൂടുതൽ വർഷാവർഷം ചെലവാകുന്നു. കൊച്ചി പോർട്ട് ഇത് വന്നപ്പോൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ചെയ്തത്. തൊഴിലാളികൾക്ക് പണി പോയി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ കബോട്ടാഷ് നിയമം വലിയ പ്രതിസന്ധിയായി നമുക്ക് മുന്നിൽ വരുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അത് പരിഗണിച്ചിട്ടില്ല. DP വേൾഡ് സംബന്ധിച്ച് അവരെ ഈ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് എന്ന് വെച്ചാൽ ഇതിനെ ലാഭത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ദുബായ് പോർട്ടിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. വലിയ തോതിലുള്ള ആസൂത്രണത്തിൻ്റെ പിഴവ് തന്നെയല്ലേ ഇത്? ഈ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ശ്രീധരൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ നാടമുറികളും ഉദ്ഘാടനം നടത്തുകയും പിന്നീട് വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രം, അതിന് പിന്നിൽ എന്തൊക്കെ തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ട്, ശരിയാം വിധമാണോ ഇവ പുരോഗമിക്കുക? ഈ നമ്മൾ നാട്ടുകാരോട് പറയുന്ന സ്വപ്ന പദ്ധതി വലിയ നേട്ടമുണ്ടാക്കും രാജ്യത്തിനാകെ തന്നെയും എന്നൊക്കെ പറയുന്നത് വസ്തുത തന്നെയാണോ എന്നുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വം പരിശോധിക്കുന്നുണ്ടാകുമോ? ഇതേ സ്ഥിതി വിഴിഞ്ഞത്തിന് വരുമോ എന്നൊരു ചോദ്യം കൂടെ ഇതോടൊപ്പം ചേർത്ത് വെച്ചാൽ എന്തായിരിക്കും മറുപടി? വേണ്ടത്ര പരിശോധന പല കാര്യങ്ങളിലും നടക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് രാഷ്ട്രീയ തീരുമാനമെടുക്കുന്നവർ ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടല്ല പലപ്പോഴും തീരുമാനങ്ങളിലേക്ക് ചെല്ലുന്നതെന്നും ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. വേണ്ടത്ര പൊതു ചർച്ചയും കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ വേണ്ട വിധത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ള എന്താ വേണ്ട വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള വിമർശനങ്ങളും കാര്യങ്ങളും വിട്ടിട്ട് ആഴത്തിൽ ഇതിനെക്കുറിച്ച് സാമൂഹ്യ തലത്തിൽ ചർച്ച വേണം. ഓരോ പദ്ധതിയെയും കുറിച്ച്, അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് അത്തരത്തിൽ പലപ്പോഴും നടക്കുന്നില്ല. അങ്ങനെയുള്ള സംവാദങ്ങൾ തന്നെ അസാധ്യമായി തീരുന്നൊരു അന്തരീക്ഷമാണ് നമുക്ക് നാട്ടിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. LNG ടെർമിനലിൻ്റെ പ്രശ്നം എന്താണ്? LNGയുടെ പ്രൈസിങ്ങിൻ്റെ പ്രശ്നമാണ്. അതിന് നിതിൻ ഗഡ്കരി ഒന്നും പറയുന്നില്ല. നാച്ചുറൽ ഗ്യാസ് ഗുജറാത്തിൽ കുഴിച്ചെടുക്കുന്നതിന് നിസ്സാര വിലക്ക് ഗുജറാത്തിന് കിട്ടും. എന്നാൽ കേരളത്തിലെ LNG ടെർമിനൽ വഴി കൊണ്ടുവരുന്നതിന് അന്തർദേശീയ വില കൊടുക്കേണ്ടി വരും. ആ വിലക്ക് നമ്മുടെ NTPC ഇവിടെ കറണ്ട് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 12 രൂപ യൂണിറ്റിന് ചിലവ് വരും. അത് ഉപയോഗിക്കാൻ പറ്റും. കേരളത്തിന് ഇന്ത്യയിലുള്ള ഉപഭോഗത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ചിലവിൻ്റെ വിലക്ക് വേണ്ട. പക്ഷെ ഇത് രണ്ടും കൂടി ഏകീകരിച്ച് വേണ്ടേ? ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഗുജറാത്തിന് നിസ്സാര വിലക്ക് കിട്ടുക, കേരളത്തിലാണെങ്കിൽ ഈ വിലക്ക് എടുക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഉൽപ്പാദനം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ LNGയുടെ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ആ ടെർമിനൽ ഫലപ്രദമല്ലാതിരിക്കുന്നതിന്
ഇവിടുത്തെ LNG വാതകത്തിൻ്റെ പ്രൈസിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയിപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് ശ്രീധരനെ അങ്ങനെ വിമർശനം വെക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ വൻകിട പ്രൊജക്റ്റുകളൊക്കെ ഇതെല്ലാം വെള്ളാർപാടം പദ്ധതി അടക്കമുള്ളത് ഇന്ന് എത്ര ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ, നാളത്തെ വികസനത്തിൻ്റെ സാധ്യതകളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കണം. വിഴിഞ്ഞം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൂത്തുക്കുടി അപ്പുറത്തുണ്ട്, ഇപ്പോൾ കുളച്ചിലിനെ കുറിച്ച് വർത്തമാനം പറയുന്നു. പുതിയ പോർട്ടുകൾ നമ്മുടെ കിഴക്കൻ കോസ്റ്റൽ ഏരിയയിലും പടിഞ്ഞാറൻ കോസ്റ്റൽ ഏരിയയും വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ഇത് നന്നാവില്ല, ബാക്കിയെല്ലാത്തും നന്നാവും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു വികസന മോഡലിൽ ഇങ്ങനെയുള്ള പോർട്ടുകൾക്ക് ഒരു പ്രധാന സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടെന്നാൽ വിഴിഞ്ഞം ആയിക്കോട്ടെ എന്നല്ല ഞാൻ വാദിക്കുന്നത്. പക്ഷേ ഇന്ന് എത്ര ചിലവ് വരും, എത്ര ലാഭമുണ്ട് എന്നതിനടിസ്ഥാനത്തിൽ മാത്രമല്ല, ഈ ദീർഘകാലത്തിലുള്ള സാമ്പത്തിക വളർച്ചയുമായിട്ട് കൂടി ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇതിനെയൊക്കെ നോക്കാൻ നോക്കുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ PS കർത്ത, ഇപ്പോഴത്തെ അവസ്ഥയിൽ വല്ലാർപാടത്തിൻ്റെ അവസ്ഥ ഒട്ടും ശുഭകരമല്ല, നല്ല തോതിൽ പ്ലാൻ ചെയ്തിട്ടല്ല ഈ പരിപാടികളൊന്നും കൊണ്ടുവന്നത് എന്ന് കേന്ദ്രമന്ത്രി തുറന്ന് വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ മലയാളികൾ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി ശ്രീധരൻ ഇന്നലെ പറഞ്ഞ വാക്കുകളുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് നോക്കിയാൽ അത്രയ്ക്ക് സുഖകരമായ അവസ്ഥയല്ല നമ്മുടെ ഇത്തരം വലിയ പ്രൊജക്റ്റുകളുടേത്. വല്ലാർപാടത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഭാവിയിലേക്കെങ്കിലും ഡോക്ടർ തോമസ് ഐസക് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് പോലെ നമുക്ക് ഗുണകരമാകുന്ന സംഗതിയായി തന്നെ നിൽക്കുമോ അതവിടെ? വല്ലാർപാടം ഇന്ന് ഒരു മോശമായ സ്ഥിതിയിലാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും അതിനെ ഒരു ലാഭകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചാൽ സാധിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം കൊളംബോ പോർട്ട് ഏതാണ്ട് 5 മില്യൺ TUs കഴിഞ്ഞ വർഷം ഹാൻഡിൽ ചെയ്തതിൽ ഏതാണ്ട് 4.2 മില്യൺ TUs ഇന്ത്യൻ കാർഗോയുടെ ട്രാൻസ്ഷിപ്മെൻറ്റ് കാർഗോ ആയിരുന്നു. അതിനെ കൊച്ചി വഴി റൂട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിൽ ഏതെങ്കിലും നിയമ നടപടി എടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ഒരു പ്രയോജനം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ മിസ്റ്റർ തോമസ് ഐസക് പറഞ്ഞ മാതിരി നമ്മുടെ ഇൻ്റർലാൻഡ് കാർഗോ കൊച്ചിയിലേക്ക് വരുന്നില്ല എന്നുള്ള ഒരു സത്യമാണ്. അതിന് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്ന സ്ഥലം നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റാണ്. വാളയാർ ചെക്ക് പോസ്റ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം 3 ദിവസം അവിടെ കിടന്ന് അവർക്ക് ഇങ്ങോട്ട് വരുന്നത് ഉള്ള പ്രയാസം അവർക്ക് നേരിട്ട് തൂത്തുക്കുടിക്ക് പോകാൻ ദൂരം കൂടുതലുണ്ടെങ്കിലും നേരിട്ട് തൂത്തുക്കുടിക്ക് കൊണ്ട് കൊടുക്കുന്നതിലാണ് അവർക്ക് കൂടുതൽ താല്പര്യം. നമ്മൾ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോകുന്നതിൽ കൂടുതലായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രസ്റ്റേറ്റ് മൂവ് ചെയ്യുന്നതിന് നമ്മളിന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അത് സുഖകരമായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറ്റ്ലീസ്റ്റ് എക്സിം കാർഗോയുടെ മൂവ്മെൻറ്റിന് വേണ്ട സുഖകരമായി മൂവ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കണമെന്ന് ആണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. വേറൊരു കാര്യം, ഈ കൊച്ചിൻ പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇതുവരെയും കേരള സ്റ്റേറ്റിൽ ഭരിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകൾ കൊച്ചിൻ പോർട്ടിനെ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബേബിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അവർ കൊച്ചിൻ പോർട്ടിൻ്റെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടുകയോ കൊച്ചിൻ പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകുകയോ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പം വിഴിഞ്ഞം പോർട്ടിന് എടുക്കുന്നതായിട്ടുള്ള ഒരു താല്പര്യം അവർ ഈ കൊച്ചിൻ പോർട്ടിൻ്റെ ഈ വല്ലാർപാടത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൊച്ചിൻ പോർട്ട് ഈ ഒരു ലെവലിലേക്ക് താഴുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KVS ഹരിദാസ്, സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭരണം നടത്തിയ 2 കക്ഷികളും BJPക്ക് എതിർവശത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇവരുടെയൊന്നും പദ്ധതികൾ വേണ്ട രീതിയിൽ അല്ല എന്ന് നാട്ടുകാരോട് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ വസ്തുത മനസ്സിലാക്കിയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണമായി തന്നെ വേണമോ ശ്രീ നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവനയെ കാണാൻ? സനീഷേ, കേരളത്തിൽ തുറമുഖങ്ങൾ വിജയിക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് സാധനം കയറ്റി അയക്കാനോ ഇറക്കുമതി ചെയ്യാനോ ആവശ്യമില്ലേ? ഇന്നത്തെ സ്ഥിതി എന്താ കേരളത്തിലെ പഴയ കാലത്ത് കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിലോ കേരളത്തിലെ മറ്റു തുറമുഖങ്ങളിൽ നിന്നോ കയറ്റി അയച്ചിരുന്ന വസ്തുക്കൾ ഏതെങ്കിലും ഇന്ന് കയറ്റി അയക്കാൻ പറ്റുന്നുണ്ടോ?
നമ്മുടെ മലഞ്ചരക്ക് വ്യാപാരം മുഴുവൻ ഏതാണ്ട് തകർന്നടഞ്ഞു. വെളിച്ചെണ്ണ കച്ചവടം ഇപ്പോൾ ഇല്ല ഇവിടെ. അതുപോലെ തന്നെ തേയില, കാപ്പി ഇതൊന്നും ഇവിടെ ഇല്ല. മത്സ്യബന്ധന മേഖലയിലും പൊതുവെ പഴയ കാലത്തുണ്ടായിരുന്ന ഉണർവ് ഇന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ തുറമുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം കേരളത്തിലെ എക്കണോമിയിലുണ്ടായ തകർച്ച തന്നെയാണ്. നമ്മളത് കാണാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ കേരളത്തിലെ തുറമുഖങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഒരു പരിധിവരെ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ അവിടുത്തെ എക്കണോമിയിൽ ഉണ്ടാകാവുന്ന വലിയൊരു വികാസം അതും കൂടി അതിൻ്റെ ഒരു ഘടകം തന്നെയാണ്. തോമസ് ഐസക്കിനെ പോലുള്ള വിദഗ്ധന്മാർക്ക് അക്കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ സാധിക്കും. ഇന്നുണ്ടായിട്ടുള്ളത് കേരളത്തിലെ വ്യാവസായിക രംഗത്ത് അല്ലെങ്കിൽ കാർഷിക മേഖലയിലുണ്ടായ ഒരു തളർച്ച. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നുണ്ട്, തുറമുഖങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ ശ്രീ കർത്ത സൂചിപ്പിച്ചതുപോലെ കേരളത്തിലേക്ക് കണ്ടെയ്നറുകൾ എത്തണമെങ്കിൽ ഇപ്പോൾ കോയമ്പത്തൂർ പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് കണ്ടെയ്നറുകൾ കൊണ്ടുവരാൻ പറ്റും എന്ന് തോമസ് ഐസക്കും സൂചിപ്പിച്ചു. പക്ഷേ ഈ ചെക്ക് പോസ്റ്റിലെ പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ പ്രശ്നമല്ല. സ്വാഭാവികമായിട്ടും കേരള സർക്കാർ അവിടെ സ്വീകരിക്കേണ്ട ചില നടപടികളാണ്. എനിക്ക് വളരെ ബഹുമാനത്തോടെ പറയാൻ കഴിയും, തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് ആ ചെക്ക് പോസ്റ്റിൽ വരുത്തിയിരുന്ന ചില പരിഷ്കാരങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അത് തുടർന്നിരുന്നുവെങ്കിൽ പോലും അതിനുശേഷം കെ എം മാണിയുടെ നേതൃത്വത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത് ദിവസങ്ങളോളം കെട്ടിക്കിടക്കുന്ന ലോറികളെയാണ് അവിടെ. ആ നിലയിൽ നമ്മുടെ കേരളത്തിലേക്ക് എന്തെങ്കിലും എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നടപടി തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ റോഡുകളുടെ അവസ്ഥ. വല്ലാർപാടത്തേക്ക് നമ്മളൊരു തീവണ്ടി പാതയുണ്ടാക്കി. ഈ കണ്ടെയ്നറുകൾ മുഴുവൻ റെയിൽവേ ട്രാക്കിലൂടെ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഇന്നിപ്പോൾ കാണുന്നത് ആഴ്ചയിൽ ഒരു തീവണ്ടിയാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കോടി രൂപ മുടക്കിയിട്ടുണ്ടാക്കിയ ആ റെയിൽവേ ട്രാക്ക് ഒരു 10% പോലും യൂട്ടിലൈസ് ചെയ്യാൻ നമുക്കിന്ന് കഴിയുന്നില്ല. അപ്പോൾ എവിടെയാണ് പാളിച്ച പറ്റിയത്? അത് നമ്മൾ വളരെ സമഗ്രമായിട്ട് ചിന്തിക്കണം. ഈ വല്ലാർപാടം പദ്ധതിയുടെ ഒരു രൂപരേഖ തയ്യാറാക്കിയതൊക്കെ BJP ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അന്ന് മുതൽ ഇപ്പോൾ ഈ തോമസ് ഐസക്ക് സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഡ്രെഡ്ജിങ് മുതലുള്ള നമ്മുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പാളിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ വളരെ സമഗ്രമായിട്ട് വിലയിരുത്തുകയും ഇനിയെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ഇനിയെങ്കിലും ഇത്തരം പാളിച്ചകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അത് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മൊനയൊടിക്കുന്ന മറ്റ് നീക്കങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ AJ വിജയൻ, എല്ലാവരും ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. ഈ വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് കേരളത്തിന് വലിയ എന്തോ നേട്ടമുണ്ടാകാൻ പോകുന്നു എന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ എല്ലാ ദിവസവും എന്നോണം നടക്കുന്നുണ്ട്. ഏതാണ്ട് ഇതേ മട്ടിലായിരുന്നു വല്ലാർപാടം സംബന്ധിച്ചും നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇക്കാര്യങ്ങൾ വേണ്ട ആസൂത്രണമില്ലാതെയായിരുന്നു കാര്യങ്ങൾ നടത്തിയത്, ഒട്ടും ഗുണകരമല്ല കാര്യങ്ങൾ എന്ന് കേന്ദ്രമന്ത്രി ഇന്ന് പ്രസ്താവന നടത്തുകയും അതേ തുടർന്ന് നമ്മളൊരു ടെലിവിഷൻ ചർച്ചയിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും കേരളത്തിലെ റോഡുകളുടെ പ്രശ്നം തൊട്ട് വ്യാവസായിക മേഖലയും സാമ്പത്തിക മേഖലയ്ക്കും ഉണർവില്ലാത്തത് തൊട്ട് വാളയാർ ചെക്ക് പോസ്റ്റിലെ പ്രശ്നം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത്തരമൊരു ദോഷത്തിൽ അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത അവസ്ഥയ്ക്ക് കാരണമായി പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇതൊന്നും മുൻകൂട്ടി കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത്രക്കാവശ്യമില്ലാതിരുന്ന ഒരു സംഗതിയായിരുന്നോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, സ്വപ്ന പദ്ധതി എന്ന് കൊട്ടിഘോഷിച്ചിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ എവിടെയാണ് പിഴവ് പറ്റിയത്? കേന്ദ്രമന്ത്രി പറയും പ്രകാരം അദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്ത് തന്നെയായാലും വേണ്ടത്ര ആസൂത്രണമില്ലാതെയാണോ ഇത്ര വലിയ മെഗാ പ്രൊജക്റ്റുകളിലേക്ക് രാഷ്ട്രീയ നേതൃത്വം എത്തുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്? തീർച്ചയായിട്ടും വല്ലാർപാടത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി ഗഡ്കരി പറഞ്ഞത് ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കേട്ടത്. കാരണം ഇന്ന് വരെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ വല്ലാർപാടം പദ്ധതിയുടെ രൂപരേഖയിൽ തെറ്റുണ്ടെന്നോ അല്ലെങ്കിൽ വല്ലാർപാടത്തെ പോലെ ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ആവശ്യമില്ലെന്നോ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഒരു കേന്ദ്രമന്ത്രി തന്നെ കേരളത്തിലെ ഈ വല്ലാർപാടം പദ്ധതിയെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. വല്ലാർപാടം ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിനെ വല്ലാർപാടം ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ നഷ്ടത്തിലാണെന്നുള്ള കാര്യം പുതിയ അറിവൊന്നുമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ പോലും ഇതൊരു വലിയ നഷ്ടത്തുറമുഖമാണ്, 30% 40% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തവർ പോലും ഈ വാളയാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും
യഥാർത്ഥത്തിൽ വല്ലാർപാടത്ത് ഇപ്പോൾ നടക്കുന്ന കയറ്റിറക്കുമതി എന്ന് പറയുന്നത് നേരത്തെ കൊച്ചിൻ ഗേറ്റ് വേ പോർട്ടിൽ നടന്നിരുന്ന വെല്ലിംഗ്ടൺ ഐലൻഡിലെ പോർട്ടിൽ നടന്നിരുന്ന അതേ കാര്യങ്ങളാണ്. അപ്പോൾ അതിന് പകരം അത് മുഴുവൻ ഇപ്പോൾ വല്ലാർപാടത്തേക്ക് മാറ്റിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും നടക്കുന്നത്. ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്നുള്ള നിലയിൽ വല്ലാർപാടം എന്തുമാത്രം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. അത് ഈ പറയുന്ന 3 ലക്ഷം ടണ്ണിൽ എത്ര ലക്ഷം TEU ആണ് ട്രാൻസ്ഷിപ്മെൻറ്റിന് വേണ്ടി ചെലവഴിക്കുന്നത്, അവിടെ ഉപയോഗപ്പെടുത്തിയതെന്നുള്ളത് കണക്കുകളിലൂടെ വ്യക്തമാകുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വല്ലാർപാടം ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ പോലെ അതുപോലെയാണ് രണ്ടാമതൊരു പുതിയൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ നമ്മൾ വിഴിഞ്ഞത്ത് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ പദ്ധതി നമ്മൾ എന്തുമാത്രം ശരിയായ ആലോചനയോടുകൂടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്നുള്ള പരിശോധന ഇവിടെ നടക്കുന്നില്ല. വല്ലാർപാടത്തിൻ്റെ ഇരട്ടിത്തുക ചെലവഴിച്ചിട്ടാണ് വിഴിഞ്ഞത്ത് ഒരു പുതിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ നടത്തുന്നത്. ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഈ വിഴിഞ്ഞം തുറമുഖം വല്ലാർപാടത്തെയോടും അതുപോലെ തന്നെ കൊളംബോയോടും മത്സരിക്കണമെന്നാണ്. അപ്പോൾ വല്ലാർപാടത്തോടും കൊളംബോയോടും മത്സരിക്കുന്നതിനായിട്ട് അവിടെ നൽകുന്ന ടാരിഫിൻ്റെ 35% ഡിസ്കൗണ്ട് ടാരിഫിൽ കൊടുത്തുകൊണ്ട് വിഴിഞ്ഞത്ത് പ്രവർത്തിപ്പിക്കണമെന്നാണ് ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് ശ്രീ ഗഡ്കരി ഒരു കാര്യം ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കണം. കാരണം കഴിഞ്ഞ വർഷം ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ ധനകാര്യ മന്ത്രാലയം നടത്തിയ ചർച്ചയിൽ ഷിപ്പിംഗ് ഉദ്യോഗസ്ഥന്മാർ പോലും പറഞ്ഞത് വല്ലാർപാടത്ത് കൊളംബോയിലേക്കാൾ 85% ടാരിഫ് ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പോലും ഇവിടെ ആകർഷിക്കുവാൻ കഴിയുന്നില്ല, ട്രാൻസ്ഷിപ്മെൻറ്റ് വെസൽസിനെ ആകർഷിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് വിഴിഞ്ഞം കൂടുതൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്യാനായിട്ട് വല്ലാർപാടത്തോടും കൊച്ചിയോടും മത്സരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ള ഈ ചോദ്യം ആരും ചോദിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഗഡ്കരി വെറും രാഷ്ട്രീയമാണ് പറയുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇന്ന് അദാനിയെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ അദാനിക്ക് സുഗമമായി മുഴുവൻ ട്രാൻസ്ഷിപ്മെൻറ്റും ഇവിടെ കഴിയുമെങ്കിൽ ഇന്ത്യയിലേത് ഇവിടെ അദാനിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള വല്ലാർപാടത്തെ തള്ളിപ്പറയുവാൻ പോലും തയ്യാറാകുകയാണ്. അപ്പോൾ വല്ലാർപാടത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞത്തെ ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിൽ ഗഡ്കരിയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണുള്ളത്. അദ്ദേഹത്തിന് അദാനിയുടെ ലാഭം വർദ്ധിപ്പിക്കാനായിട്ട് അദാനിയുടെ ഒരു വിനീത ദാസനെ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതൊട്ടും തന്നെ ശരിയല്ല. ഇത് കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കേരളത്തിനാണ് ഇതിൻ്റെ സാമ്പത്തിക തകർച്ച ഉണ്ടാകാൻ പോകുന്നത്. കാരണം വല്ലാർപാടം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു തുറമുഖമാണ്. അവരാണ് സഹിക്കേണ്ടി വരുന്നത്. പക്ഷേ വിഴിഞ്ഞം അങ്ങനെയല്ല. വിഴിഞ്ഞം പൂർണ്ണമായും കേരളത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു തുറമുഖമാണ്. വാണിജ്യ തുറമുഖമായിട്ടാണ് വിഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് VGFI കേന്ദ്രം കൊടുക്കുന്ന തുക പോലും കേരള സർക്കാർ ഒരു സോഫ്റ്റ് ലോൺ എന്നുള്ള നിലയിൽ പിന്നീട് തിരിച്ചടക്കേണ്ടതാണ്. അപ്പോൾ മുഴുവൻ ബാധ്യതയും ഏതാണ്ട് 60% ഗ്രാൻഡ് എന്നുള്ള നിലയിൽ അദാനിക്ക് വേണ്ടി നൽകുന്ന രീതിയിലാണ് ഈ വിഴിഞ്ഞം പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ അജയ് വിജയൻ, താങ്കളിലേക്ക് വരാം. ഡോക്ടർ തോമസ് ഐസക്, ശ്രീ KVS ഹരിദാസ്, ശ്രീ PS കർത്ത, 4 അതിഥികളിലേക്കും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വിഴിഞ്ഞവും വല്ലാർപാടവും അതോടൊപ്പം ചേർത്തുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവനയും ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അദാനി കൂടി അക്കാര്യത്തിലേക്ക് വരും. അവിടേക്ക് തന്നെയാണ് തിരിച്ചെത്താനുള്ളത്. വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരുകയാണ്. ഡോക്ടർ തോമസ് ഐസക്, ഈ മന്ത്രി നിതിൻ ഗഡ്കരി ആസൂത്രണമില്ലായ്മയാണ് വല്ലാർപാടത്തിന്റെ മോശം അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുമ്പോൾ ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന തൊഴിലാളി യൂണിയനുകൾ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇതിൻ്റെ നിർമ്മാതാക്കളും നടത്തിപ്പുകാരുമായിട്ടുള്ള DP വേൾഡുമായി നമ്മൾ ഉണ്ടാക്കിയ കരാർ, അതാണ് ഏറ്റവും കൂടുതൽ വലിയ ദോഷമായി ഉള്ളത് എന്നാണ്. അതിനകത്തുള്ള കരാർ വ്യവസ്ഥകൾ റദ്ദ് ചെയ്യുക എന്നത് കുറെ കൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വല്ലാർപാടത്തെ എത്തിക്കും എന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തൊഴിലാളി യൂണിയനുകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അവർ പറയുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ഇന്ത്യയിൽ 6 ഉൾപ്പെടെ ലോകമെമ്പാടുമായി 65 ടെർമിനലുകൾ DP വേൾഡ് നോക്കി നടത്തുന്നുണ്ട്, നിർമ്മാണം നടത്തിയതുണ്ട്. മാർക്കറ്റിംഗ്, നമ്മുടെ വല്ലാർപാടത്തിൻ്റെ മാർക്കറ്റിംഗ് DP വേൾഡിന് ചുമതലയാണ്. ലോകവ്യാപകമായി ഷിപ്പിംഗ് കമ്പനികളുമായി ബന്ധമുള്ള DP വേൾഡിന് ഈ കണക്ഷൻ ഉപയോഗിച്ച് മാത്രം ആളുകളെ ആകർഷിക്കാൻ വേണ്ടി സാധിക്കും. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നു. DP വേൾഡിന് ഈ
അതിന്റെ നിർമ്മാതാക്കളായിട്ടുള്ള DP വേൾഡിന് വല്ലാർപാടം പദ്ധതി ആകെ മൊത്തം വിഴുങ്ങിക്കളയാനുള്ള ശേഷിയുണ്ട്, അത്തരം വ്യവസ്ഥകൾ കരാറിലുണ്ട് എന്നുകൂടെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിരവധിയായ വാർത്താ സമ്മേളനങ്ങൾ, സമരങ്ങൾ അവർ നടത്തുന്നുമുണ്ട്. ഇത് ശരിയായതാണോ? ഒപ്പം അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട നേരത്തെ ശ്രീ വിജയൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ DP വേൾഡാണ് കുഴപ്പക്കാരെങ്കിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന വിഴിഞ്ഞത്തിന് അദാനി അതിന് ദോഷമുണ്ടാക്കുന്ന വിധത്തിലുള്ള കരാർ വ്യവസ്ഥകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടോ? പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി, എന്തിനാണ് നമ്മൾ സ്മാർട്ട് സിറ്റിക്ക് പോയത്? കാരണം ടീകോം കമ്പനിക്ക് ദുബായിൽ നോളജ് സിറ്റി ഉണ്ട്, അന്തർദേശീയ കമ്പനികളുണ്ട്, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും, അവർക്ക് കഴിയും എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇന്നത്തെ പോക്ക് കണ്ടിട്ട് അങ്ങനെ ഒരു ദിശയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് DP വേൾഡ് ചെയ്തിരിക്കുന്നത്. ഈ വല്ലാർപാടം നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും കേരളത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കേന്ദ്രമല്ല, ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്കുള്ളതല്ല, മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രമാണ്. അതിന് നമുക്ക് ബന്ധങ്ങളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ DP വേൾഡിനടുത്ത് പോയത്. പക്ഷേ ആ DP വേൾഡ് അങ്ങനെ ഒരു സംഭാവന ചെയ്യുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചിൻ പോർട്ടിൽ കൂടി വന്നുകൊണ്ടിരുന്ന കയറ്റുമതി ഇറക്കുമതി അതിൻ്റെ ഗണ്യമായ ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അത് കിഴിച്ചാൽ പിന്നെ അഡീഷണലായിട്ടുള്ള അവർ കൊണ്ടുവരുന്ന വളരെ തുച്ഛമാണ്. വിഴിഞ്ഞത്തും ഇങ്ങനെ സംഭവിക്കുന്നുള്ള സാധ്യത ഏറെയുണ്ടെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അദാനിക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റേ ഇല്ല, ആകെ 2000 കോടി രൂപയേ ഉള്ളൂ. അത് 30% അവർക്ക് കിട്ടുന്ന ഭൂമി റിയൽ എസ്റ്റേറ്റ് ഉപയോഗിക്കാമെന്ന് വരുന്നതോടുകൂടി ഏതാണ്ട് അതിൽ നിന്ന് തന്നെ ഇത് മുതലാവുന്ന രീതിയാണ്. അപ്പോൾ പിന്നെ അവർക്ക് സ്റ്റേക്കൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ DP വേൾഡ് ചെയ്യുന്ന പോലെ കൊളംബോയിൽ നിന്നും മറ്റും ആകർഷിച്ച് കണ്ടെയ്നറുകളെ മദർഷിപ്പുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിലും അവർക്ക് നട്ടമൊന്നുമില്ല, നട്ടം വരുന്ന കേരള സർക്കാരിനാണ്. സോ ഞാൻ എപ്പോഴും അലട്ടുന്ന പ്രശ്നം DP വേൾഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് സ്റ്റേക്ക് അദാനിക്ക് ഇത് നടത്താൻ? അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. ഈ 2000 കോടി രൂപയുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടേതാണ്. ആ 2000 കോടി രൂപ അവർക്ക് വേറെ രീതിയിൽ മുതലാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് അവിടുത്തെ തൊഴിലാളികൾ, ജീവനക്കാർ പറയുന്ന കാര്യം വളരെ വളരെ ശരിയായിട്ടുള്ള ഒന്നാണ്. എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുക എന്നെനിക്കറിഞ്ഞൂടാ, പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. അതാണ് ശ്രീ KVS ഹരിദാസ്. അപ്പോൾ അതാണ് പ്രശ്നം. അതായത് നമ്മുടെ ആസൂത്രണമില്ലായ്മ എന്നതിനൊക്കെ അപ്പുറം നമ്മൾ വിശ്വസിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ അവരുടെ ലാഭത്തിന് വേണ്ടി സംസ്ഥാനത്തിനോ നമ്മുടെ പൊതുജനത്തിനോ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത വിധത്തിൽ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ കളികളിലൂടെ അവർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടുന്ന ഏർപ്പാടുകളിലേക്ക് പോകുന്നു എന്നതാണല്ലോ ഈ കണ്ടതിൻ്റെ ആത്യന്തികമായുള്ള അർത്ഥം. ശ്രീ വിജയൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്, വല്ലാർപാടത്തിനെ ഇടിച്ചു താഴ്ത്താനുള്ള നിതിൻ ഗഡ്കരിയുടെ ശ്രമത്തിന് പിന്നിൽ അപ്പുറത്ത് അദാനിക്ക് കുറെ കൂടെ മെച്ചപ്പെട്ട ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണ് എന്ന്. ഇതൊക്കെ കൂട്ടി ഒന്നിച്ചു വായിച്ചു നോക്കുമ്പോൾ അതാകാം ശരി എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവുകയില്ലേ? യഥാർത്ഥത്തിൽ കളിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇപ്പറയുന്ന DP വേൾഡിന് ഒരിടത്ത് അവർക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞു, അവർ പോയി കഴിഞ്ഞു, ഇനി വല്ലാർപാടം എന്തായാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. വിഴിഞ്ഞത്തും സംഭവിക്കാൻ പോകുന്ന അതാണ്. അത് അദാനിക്കാണ് ഗുണം കിട്ടുക. അത് അറിയുന്ന ആളുകളാണ് താങ്കളുടേതടക്കമുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് അടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം. അങ്ങനെയല്ലേ ശ്രീ KVS ഹരിദാസ്? അല്ല സനീഷേ, ഈ വല്ലാർപാടം പദ്ധതി സംബന്ധിച്ച ചർച്ച നടക്കുന്ന സമയം മുതൽ നമ്മളതിൻ്റെ ഒരുപാട് വശങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. വളരെ വളരെ വിശാലമായിട്ട് ചിന്തിച്ച ഒരു വിഷയമാണ്. കാരണം ആ പദ്ധതി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് കൊളംബോ പോർട്ട് നടത്തിയിരുന്ന B&O പോർട്ട്സുകാർ വന്നിരുന്നു. അന്ന് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ദുബായ് പോർട്ടുമായിട്ട് ധാരണയിലെത്തിയത്. കാരണം കൊളംബോ പോർട്ടുമായിട്ടാണ് വല്ലാർപാടം കോമ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ധാരണ കൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ നമുക്കൊരു അതിനകത്തൊരു എക്സ്പീരിയൻസ് ഇല്ലായ്മയുണ്ട്. ഈ പോർട്ട് നടത്തുന്ന കാര്യത്തിൽ, ഇതുപോലൊരു കണ്ടെയ്നർ ടെർമിനൽ നടത്തുന്ന കാര്യത്തിലുള്ള ഇൻഎക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ദുബായ് പോർട്ടിനെ സമീപിച്ചത്. സ്വാഭാവികമായിട്ടും അത് ഭംഗിയായിട്ട് നടത്തും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ ദുബായ് പോർട്ട് വേൾഡിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10-12 വർഷമായിട്ട് നമ്മളത് കാണുന്നതാണ്. അവരുടെ ഭാഗത്ത് വേണ്ടത്ര പ്രോത്സാഹനമില്ല, അതിനുള്ള വേണ്ടത്ര ഇനിഷ്യേറ്റീവ് ഇല്ല. ഇങ്ങോട്ട് ബിസിനസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്.
അതിന് പരിഹാരം കാണാൻ നമ്മൾ എല്ലാവരും കൂടി ചിന്തിക്കും. ഞാൻ പറഞ്ഞത് കേരള ഗവൺമെൻറ്റിനായാലും വലിയ ഉത്തരവാദിത്വമുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. ദുബായ് പോർട്ട് വേൾഡിനോടും സംസാരിക്കണം അതിനകത്ത് എന്താ അവരുടെ ഭാഗത്തു നിന്നുള്ള. അവർ ആദ്യം കബോട്ടേഷൻ നിയമത്തിൻ്റെ കാര്യമാണ് നമ്മുടെ മുമ്പിൽ വെച്ചത്. കബോട്ടേഷൻ നിയമത്തിൽ കുറേ ഭേദഗതികൾ 2012 സെപ്റ്റംബറിൽ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞു. കാരണം മറ്റു തുറമുഖങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി അവർ കപ്പലുകൾക്ക് പോകാനുള്ള ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈനേഴ്സിനുള്ള പെർമിഷനൊക്കെ 2012 സെപ്റ്റംബറിൽ തന്നെ കൊടുത്തു. പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ ഈ ദുബായ് പോർട്ട് വേൾഡ് തയ്യാറായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ ഒരു 2 വർഷത്തെ അവരുടെ പെർഫോമൻസ് വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെ മുഴുവൻ സമഗ്രമായിട്ട് വിലയിരുത്തണം. അത് കാരണം ഇത് കേന്ദ്ര സർക്കാരിന് മാത്രം പ്രശ്നമല്ല, കേരള ഗവൺമെൻറ്റിനും അതിനകത്ത് ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവണം, കേരള ഗവൺമെൻറ്റും അതിനകത്ത് ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം, ഒക്കെ വേണം. പക്ഷെ അവർ ഇപ്പോൾ നമ്മൾ വേറൊന്ന് കാണാതെ കൂടെ സനീഷ്, അവർ കേരളത്തിലെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ അഗ്രസീവ്നെസ് അതുപോലുള്ള അനവധി കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പലപ്പോഴും. കാരണം അവർ വേറൊരു കാര്യം അന്ന് ഉന്നയിച്ചിരുന്നു, അത് ഹൈക്കോടതിയിൽ വരെ എത്തിയത് പ്രശ്നമാണ്. കാരണം അവിടെ വരുന്ന കണ്ടെയ്നറുകൾ പരിശോധിക്കാൻ പാടില്ല, അതിൻ്റെ പുറത്ത് DRIയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും സെൻട്രൽ ഏജൻസീസോ പരിശോധിക്കുന്നതിനായിട്ട് ഈ ദുബായ് പോർട്ട് വേൾഡ് ഒരു നിലപാടെടുത്തിരുന്നു. പക്ഷേ അത് ഇന്ത്യ ഗവൺമെൻറ് സാധിക്കുമോ? കാരണം അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ മറന്നു പോകാത്ത ചില കാര്യമുണ്ട്. കണ്ടെയ്നറിൽ കറൻസി പോലും വരുന്നു എന്ന് പറയുന്ന കാലഘട്ടമാണിത്. അവിടുത്തെ ചെക്കിംഗ് ഉണ്ടായ സമയത്താണ് രക്തചന്ദനം കടത്തുന്നത് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ അത്തരത്തിൽ അവരെ ഒരു ബ്ലാങ്ക് ചെക്കൊന്നും ഇന്നത്തെ നിലയ്ക്ക് ഒരു പോർട്ടിനും കൊടുക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. കാരണം അത് ഇൻ്റലിജൻസ് ബ്യൂറോയും അതുപോലെ തന്നെ സെൻട്രൽ ഏജൻസീസ് ഹൈക്കോടതി പോയിട്ടാണ് അവിടെ പരിശോധിക്കാനുള്ള അനുമതി വേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ വാങ്ങിയത്. അപ്പോൾ ദുബായ് പോർട്ട് വേൾഡ് വിചാരിക്കുന്ന പോലെ അവർക്കൊരു ഫ്രീ ഹാൻഡ് കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അതേ സമയത്ത് അവർ ചെയ്യേണ്ടത് അവർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അവരെ സത്യപ്പെടുത്തണം. അക്കാര്യത്തിൽ നമ്മൾ പിന്നാക്കം പോയിട്ട് കാര്യമില്ല അതിനകത്ത്. തീർച്ചയായും അതാണ് അത് ചെറിയ കളിയല്ല. ശ്രീ PS കർത്ത, നമ്മുടെ റോഡ്, ചെക്ക് പോസ്റ്റുകൾ, അവിടെയുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾ, ഇതൊന്നും പറഞ്ഞ് തടയാൻ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിന് ദോഷകരമായി വന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളോട് ചെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊക്കെ വലിയ പദ്ധതിയാണ്, ഞങ്ങളുടെ നാടിനെ മുഴുവൻ ഇതാ സ്വർഗമാക്കാൻ പോവുകയാണ് എന്ന മട്ടിലുള്ള പ്രചാരണത്തിന് ശേഷമാണ് ഇമാതിരിയുള്ള മെഗാ പ്രൊജക്റ്റുകളൊക്കെ വരുന്നത്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ അവിടെ തടസ്സപ്പെടുത്തുന്നു എന്നതൊക്കെ നിസ്സാരമായിട്ടുള്ള കാരണങ്ങളായി മാത്രമേ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ നാട്ടുകാർ മനസ്സിലാക്കുകയുള്ളൂ. എന്താണ് ആ മേഖലയിലൊക്കെ ഉള്ള ആളുകൾ എന്ന നിലയിൽ എന്താണ് വല്ലാർപാടത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഇനി ചെയ്യാനാവുക എന്നതാണ് താങ്കളടക്കമുള്ള ആളുകൾ കാണുന്നത്. ശ്രീ കർത്ത, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു നിസ്സാര കാര്യമാണെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഒരു സമയത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സമരങ്ങളില്ലെങ്കിലും അതിനു മുമ്പ് ഒരു തുടർച്ചയായ രീതിയിൽ പോർട്ടുമായി കണക്റ്റഡ് ആയിട്ടുള്ള സമരങ്ങൾ നടന്നിരുന്നു. ട്രെയിലർ സമരങ്ങൾ, പിന്നെ നമ്മുടെ ഹർത്താലുകൾ, ഇതെല്ലാം ഈ പറയുന്ന എക്സിം ട്രേഡിനെ വല്ലാതെ ബാധിച്ചിരുന്നു. കാരണം തൂത്തുക്കുടിക്ക് പോകുന്ന കണ്ടെയ്നറിന് പ്രശ്നമൊന്നുമില്ല, കൊച്ചിക്ക് വരുന്ന കണ്ടെയ്നർ എപ്പോഴാണ് കയറുമോ ഇല്ലയോ എന്നുള്ളത് ഒരു വിധത്തിലുള്ള ഒരു വിശ്വാസവും ഈ എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ ചെക്ക് പോസ്റ്റിനകത്ത് ഉള്ള പ്രശ്നങ്ങൾ, അവർ ഒരു കണ്ടെയ്നർ ഇപ്പം നാളെ വരുന്ന ഒരു കപ്പലിലേക്ക് ഒരു കണ്ടെയ്നർ അവിടെ നിന്ന് അയക്കുമ്പം അത് കപ്പൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എക്സ്പോർട്ടേഴ്സിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ വാളയാർ ചെക്ക് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഏത് ചെക്ക് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ സമരങ്ങളാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഏത് പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റുകളെല്ലാം വല്ലാതെ ബാധിക്കുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വല്ലാർപാടത്തിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇവിടുത്തെ നമ്മളുടെ ട്രേഡ് ബോഡികളും കൂടെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഒരു കാര്യമായ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് നടത്തണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിന് DP വേൾഡും അവരുടേതായിട്ടുള്ള ഒരു സഹായം ഇതിലേക്ക് ഇറക്കണം, അവരതിലേക്ക് കൂടുതൽ സഹായിക്കണം. വളരെ നന്ദി ശ്രീ PS കർത്ത. ഇറങ്ങി വരണം. ശ്രീ AJ വിജയൻ, ഇത് ഇപ്പോൾ വിഴിഞ്ഞം തന്നെ എടുക്കുക, വിഴിഞ്ഞം സംബന്ധിച്ചുള്ള തിരിഞ്ഞു നിന്നുള്ള ചർച്ചകൾ, അതായത് എതിർത്തുകൊണ്ടുള്ള നിഷേധക്കുറിപ്പുകൾ എവിടെയും ഉയർന്നു വരരുത് എന്ന മട്ടിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്ന് വെച്ചാൽ വിഴിഞ്ഞം ലാഭകരമാവില്ല, ഇതുമായി മുന്നോട്ട് പോകരുത് എന്ന ശബ്ദമുയർത്തുന്ന ആളുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ്, അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഭരിക്കുന്നവരാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുന്നവരാണെങ്കിലും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ചർച്ചകൾ അതിനുശേഷം നടത്താം എന്നതാണ് നമ്മുടെ ഉള്ളിലിരുപ്പ്. നമ്മൾ പിന്തുടരുന്ന ഈ രീതി ശരിയായതാണോ? തീർച്ചയായും ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ്.
എന്തുകൊണ്ട് ശ്രീ വിജയൻ എന്തുകൊണ്ട് ശരിയല്ലാത്തതാണ്? നമ്മളൊരു പദ്ധതിയിലേക്ക് പോകുമ്പോൾ അത് അദാനി അടക്കമുള്ള ആളുകളെ ഏൽപ്പിച്ച് വളരെ കാലം നീണ്ടുനിന്ന സംഗതികൾക്ക് ഒടുവിൽ അതിനാളെ കണ്ടെത്തുകയും അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ബദൽ നിന്ന് അപ്പോഴും ചർച്ച ചെയ്യണം, അക്കാര്യങ്ങൾ കൂടെ പരിഗണിക്കണം എന്ന് എങ്ങനെയാണ് ആവശ്യപ്പെടാനാവുക? പദ്ധതി വന്നതിന് ശേഷം അതിനുണ്ടാകുന്ന അത് നെഗറ്റീവോ പോസിറ്റീവോ എന്ന് അപ്പോൾ കണ്ട് മനസ്സിലാക്കി നമ്മുടെ വിധി ഇതാണ് എന്ന് കരുതി, നാടിൻ്റെ വിധി ഇതാണ് എന്ന് കരുതി ഇരിക്കുക എന്നതല്ലാതെ ഇപ്പോൾ മറ്റേത് വിധത്തിലാണ് ഈ നെഗറ്റീവ് കാര്യങ്ങളെ ചർച്ച ചെയ്യുക, മുഖവിലക്കെടുക്കുക? ശ്രീ വിജയൻ. അല്ല, ഇത് ഒന്നാമത്തെ എൻ്റെ പ്രശ്നം ഈ വിഴിഞ്ഞം വാണിജ്യ തുറമുഖത്തിൻ്റെ രൂപരേഖ അനുസരിച്ച് 3 കൂടുതൽ കിലോമീറ്റർ നീളത്തിൽ പുലിമുട്ട് കെട്ടി ഒരു കൃത്രിമ വാണിജ്യ തുറമുഖം ഉണ്ടാക്കി ഇവിടെ വിജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു സാങ്കേതിക പ്രശ്നമാണ്. ഈ വല്ലാർപാടവും വിഴിഞ്ഞവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വല്ലാർപാടത്ത് പുലിമുട്ട് കെട്ടി അല്ല, കൃത്രിമമായിട്ടല്ല അവിടെ തുറമുഖം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ വിഴിഞ്ഞത്ത് പൂർണ്ണമായിട്ടും കൃത്രിമമായി കടലിൽ പുലിമുട്ട് കെട്ടി കടൽ നികത്തി കടലിലാണ് തുറമുഖം നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ഒരു സ്ഥലത്തും കടൽ നികത്തി തുറമുഖം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തുറമുഖം നിർമ്മിച്ചാൽ വിജയിക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളുടെ അറിവിൽ തിരുവനന്തപുരത്തിനടുത്ത്, ഈ വിഴിഞ്ഞത്തിനടുത്ത് തന്നെയും മറ്റ് അടുത്ത സ്ഥലങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള ചെറിയ തുറമുഖങ്ങളുടെ കാര്യത്തിൽ പോലും പുലിമുട്ട് നിർമ്മിച്ചു കഴിയുമ്പോൾ ഈ തുറമുഖത്തിനകത്ത് മണ്ണടിഞ്ഞ് തുറമുഖം പ്രവർത്തിപ്പിക്കാൻ കഴിയാതാകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞത്ത് ഈ പുലിമുട്ട് നിർമ്മിച്ചു കഴിയുമ്പോൾ അതിനകത്ത് മണ്ണടിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പല വിദഗ്ധരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഇന്ത്യയിലെ തന്നെ നാഷണൽ ഹൈഡ്രോഗ്രാഫറിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു ഹൈഡ്രോഗ്രാഫറായിരുന്നു ജേക്കബ് ജോൺ പുത്തൂർ തന്നെ, അദ്ദേഹം ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖം നിർമ്മിച്ചു കഴിയുമ്പോൾ അതിനകത്ത് മണ്ണടിഞ്ഞ് കൊച്ചിയിലും ഇന്ത്യയിലെ മറ്റേത് തുറമുഖങ്ങളിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഡ്രഡ്ജിങ് എല്ലാ വർഷവും നടത്തേണ്ടി വരും. അപ്പോൾ അവിടെ മണ്ണടിഞ്ഞ് തുറമുഖം മൂടിക്കഴിഞ്ഞാൽ അതാണല്ലോ ഏറ്റവും വലിയ നേട്ടമായിട്ട് വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ സാങ്കേതികമായി തന്നെ വിഴിഞ്ഞം ഒരു വലിയ പരാജയമായിരിക്കും. പക്ഷേ ഈ പരാജയത്തിന് അദാനി ഒരു വിലയും കൊടുക്കേണ്ടി വരില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഈ തുറമുഖ പദ്ധതിയുടെ അതാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ വിജയൻ, സമയക്കുറവുകൊണ്ടാണ്. ശ്രീ ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണല്ലോ, അദാനി ഒരു വിലയും കൊടുക്കേണ്ടി വരില്ല, ഇത് പൊളിയാൻ വേണ്ടി പോവുകയാണ്. അല്ലെങ്കിൽ ഇത് പറയുന്നത് എ ജെ വിജയൻ മാത്രമല്ല, ഇന്നലെ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ കൂടുതൽ സാങ്കേതികമായി ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന, പൊതുജനം മുഖവിലക്കെടുക്കുന്ന വാക്കുകളുടെ ഉടമയായിട്ടുള്ള ശ്രീ ഇ ശ്രീധരനാണല്ലോ പറഞ്ഞത്, വിഴിഞ്ഞം ഒരു നേട്ടവും നാട്ടിനുണ്ടാക്കി തരാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ പോലും വല്ലാർപാടത്തിന് ഉദാഹരണം അതോട് ചേർത്ത് വെച്ചാൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കി തരാനും പോകുന്നുണ്ട് എന്ന് വ്യാഖ്യാനിച്ചെടുക്കുകയും ചെയ്യാം. ഇത് എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെ അതിൻ്റെ റിസ്ക് കയ്യിലേറ്റിക്കൊണ്ട് തന്നെ തിരിച്ചു പറയാൻ പ്രതിപക്ഷ പാർട്ടികൾ പോലും തയ്യാറാകാത്തത്? ഒരു 5-8 കൊല്ലത്തിനപ്പുറം വല്ലാർപാടം പോലെ വിഴിഞ്ഞവും തകർന്നിരിക്കുകയാണ് എന്ന അന്നത്തെ കേന്ദ്രമന്ത്രി ആസൂത്രണത്തിൽ പിഴവ് പറ്റിയിരുന്നു എന്ന് വന്ന് പറയുമ്പോൾ മാത്രം ചർച്ച നടത്തേണ്ടവരാണോ നമ്മൾ? എല്ലാ കാര്യങ്ങളിലും രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെയുള്ള പ്രശ്നം, ഇത് സാങ്കേതികമായിട്ട് വയബിളാണ്, ഇത് ഫിനാൻഷ്യലായിട്ട് വയബിളാണ്. സാങ്കേതികമായിട്ടുള്ള വയബിലിറ്റിയെക്കുറിച്ചാണ് വിജയം പറയുന്നത്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള കഴിവില്ല. എന്നാൽ പഠിച്ചിട്ടുള്ള ഒട്ടനവധി ഏജൻസികൾ, കാരണം ഇപ്പോൾ 10 വർഷമായല്ലോ നമ്മളിത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്, അത് സാങ്കേതികമായിട്ട് വയബിളാണ് എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ തർക്കം മുഴുവനും അതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റിയെക്കുറിച്ചാണ്. അത് വിജയം പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്. ഇതിന് നടത്താൻ പോകുന്ന ആൾക്ക് ഇതിലൊരു സ്റ്റേക്കുമില്ല, എല്ലാ ചിലവും നമ്മൾ തന്നെ വഹിക്കുകയാണ്. അപ്പോൾ ഇത് വിജയിച്ചേ തീരൂ എന്നുള്ള വാശി അദ്ദേഹത്തിന് എന്തുണ്ടാവണം? എൻ്റെ വാശിയുടെ കാര്യം എന്ത്? ഇനി കുളച്ചിൽ കൂടി അദ്ദേഹം തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കുളച്ചിലേക്ക് പോവില്ല എന്ന് യാതൊരു ഉറപ്പുമില്ല. കുളച്ചൽ തുറമുഖമായിട്ടും പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുകയാണ്. അതിന് 15,000 കോടി നീക്കിവെക്കും കേന്ദ്ര സർക്കാർ എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ 2,500 കോടി രൂപ തരുന്നത് തന്നെ വായ്പയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുമ്പോൾ
അങ്ങോട്ട് അദാനിക്ക് താല്പര്യവും കൂടി ഉണ്ടെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെ ഗതി എന്താവും? അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ വയബിലിറ്റിയെക്കുറിച്ച്, അതിൽ അദാനിക്കും സ്റ്റേക്കും ഇല്ലാത്തതിനെക്കുറിച്ച് ഞങ്ങൾ വിമർശനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ടെക്നിക്കൽ വയബിലിറ്റി, ഇവിടെ പോർട്ട് സാധ്യമേ അല്ല എന്നുള്ളത് പ്രിപ്പോണ്ടറൻ്റ് എക്സ്പേർട്ട് മജോറിറ്റി, മഹാഭൂരിപക്ഷം എക്സ്പേർട്സും ഇത് പ്രായോഗികമാണ് എന്ന് തന്നെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതും ഒരു വിധി പ്രസ്താവിക്കുന്ന നമ്മളാണല്ല, അതുകൊണ്ട് ആ നിലപാട് ഞങ്ങൾ എടുക്കുന്നു. പക്ഷേ ഫിനാൻഷ്യൽ വയബിലിറ്റി ഇങ്ങനെ പോയാൽ എവിടെ എത്തിച്ചേരും എന്നതിനെക്കുറിച്ച് ഗൗരവമായ ആശങ്ക ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ വിമർശനം പറയാവുന്നത് അതുകൊണ്ട് ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടി സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും പോവാത്തത് എന്തുകൊണ്ടെന്നുള്ള. പോവാത്തതിന് കാരണം ഇങ്ങനൊരു നഷ്ടം വന്നാൽ പോലും ഇത് വിജയിക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുണ്ടാകാവുന്ന വലിയ വളർച്ചയുടെ സാധ്യതകൾ അത് ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും അതിൻ്റെ പിന്നിലാണ്. വളരെ ചുരുക്കം പേരെ പുറത്തുള്ളൂ. ആ തിരുവനന്തപുരം ജില്ലയിലെ ഗണ്യമായ വിഭാഗം ജനങ്ങൾ ഇതിൻ്റെ സാധ്യതകൾ അവരിപ്പോൾ തന്നെ ഭൂമിയുടെ വില ഉയർച്ചയും എല്ലാം വെച്ചിട്ട് അളന്നിട്ടുണ്ട്. അവരുടെ വോട്ട് അവരിട്ടിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങളുടെ വിമർശനം ഞങ്ങൾ വെക്കുന്നു, ജനങ്ങളോട് തുറന്നു പറയുന്നു. അതേസമയത്ത് ഇതിനെതിരായിട്ട് തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രക്ഷോഭ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക്, ശ്രീ എ ജെ വിജയൻ, ശ്രീ പി എസ് കർത്ത, ശ്രീ കെ വി എസ് ഹരിദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വല്ലാർപാടത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി, അത് സംബന്ധിച്ച് ആസൂത്രണമില്ലായ്മയായിരുന്നു പ്രശ്നമെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന, ഇന്നലെ വിഴിഞ്ഞത്തിന്റെ ഭാവിയും ശുഭകരമല്ല എന്ന് ഇ ശ്രീധരൻ നടത്തിയ പ്രസ്താവന എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ആധാരമായത്. വളരെ നന്ദി ഈ ചർച്ചയിൽ അവരവരുടെ ഭാഗങ്ങൾ അവതരിപ്പിച്ചതിന് അതിഥികൾക്ക്. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നവംബർ ആദ്യം നടക്കും. നവംബർ 15-നകം വോട്ടെണ്ണൽ പൂർത്തിയാക്കുമെന്ന് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം. ഒക്ടോബർ 5-നകം സമയക്രമം പ്രഖ്യാപിക്കും. വിജ്ഞാപനം 10-ന്. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ തോട്ടണ്ടി ഇറക്കുമതിയിൽ ക്രമക്കേട് CBI അന്വേഷിക്കും. ക്രമക്കേട് അന്വേഷിക്കാൻ ഉത്തരവിട്ടത് ഹൈക്കോടതി. ഉത്തരവ് 600 കോടി രൂപയുടെ ക്രമക്കേട് അന്വേഷിക്കണമെന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ ഹർജിയിൽ. കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് R ചന്ദ്രശേഖരൻ. പാലായിലെ കോൺവെന്റിൽ സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയത് കാസർഗോഡ് സ്വദേശി സതീഷ് ബാബു എന്ന് പോലീസ്. കൊലപാതകം മോഷണ ശ്രമത്തിനിടെ അല്ലെന്നും പോലീസ്. പ്രതി ഒളിവിലാണെന്നും ADGP. അറഫ സംഗമത്തിന് പരിസമാപ്തി. ഹജ്ജിന്റെ പുണ്യം നേടിയ ഹാജിമാർ മുസ്ദലിഫയിലേക്ക്. IS-ഉം ഹൂതികളും ഇസ്ലാമിക വിരുദ്ധരെന്ന് അറഫ പ്രഭാഷണത്തിൽ സൗദി ഗ്രാൻഡ് മുഫ്തി. കേരളത്തിൽ നാളെ ബലിപെരുന്നാൾ. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.